കേരളത്തിൽ വീടുകൾ സന്ദർശിക്കുന്ന ഗൃഹസന്ദർശന പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുണ്ട്. വീടുകൾ സന്ദർശിക്കുമ്പോൾ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ ഉണ്ടാകുന്നത്. വീട് സന്ദർശനം പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ വീട് സന്ദർശനം പൂർണ്ണമാകും. ആ നിലയിൽ ജനങ്ങൾ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കുകയും മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിന് നൽകിയ ഒരു ഉറപ്പ്, എല്ലാ ഉറപ്പുകളും പാലിക്കുകയാണ്. വയനാട് ദുരന്തത്തെ തുടർന്ന് സർവസ്വവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആദ്യഘട്ട ടൗൺഷിപ്പ് കേരളത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകൾ, 10,000-ങ്ങളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വയനാട്ടിലേക്ക് ഒഴുകുകയുണ്ടായി. ജനങ്ങൾ വലിയ തോതിൽ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഗവൺമെന്റ് ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. പട്ടയം നൽകുന്നതിൽ കേരളം റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. വീടില്ലാത്തവർ, സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിലും 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഇപ്പോൾ വീട് നൽകിക്കഴിഞ്ഞു. ഈ കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് നല്ല നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ശേഷിക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കത്തക്ക നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഭരണ തുടർച്ച ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്. അതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ്. അത് പേരാമ്പ് ഒരു സീറ്റായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പേരാമ്പ്രയില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയുടെ പേരും പ്രഖ്യാപിക്കും. ഞാനതിന് ഉത്തരം പറഞ്ഞില്ലേ? അല്ല, ഒരാളെ കാര്യവും ഇപ്പോൾ പ്രത്യേകം എടുത്ത് പറയാൻ കഴിയില്ല. അത് ഈ എലക്ഷൻ പ്രഖ്യാപിച്ച് ഞാൻ നിങ്ങളിന്നില്ല എന്നാ ഞാൻ വിചാരിച്ചത്. നേരത്തെ ഇവിടെ കണ്ടിട്ടില്ല. എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഒരു കാലതാമസവും വരാതെ ഞങ്ങളെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പറയൽ ഇടതുപക്ഷ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആകാം എന്നുള്ളത്. ആരും എന്നോട് ചോദിച്ചില്ലേ ഷീറ്റ് പട്ടിയൊക്കെ ആയിട്ടാ വന്നതെന്നുള്ളത്. ആ പട്ടിയൊക്കെ എൻ്റെ കയ്യിൽ റെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറച്ചിൽ നമുക്ക് എലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം പറയാം. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളോട് പറയും. വലിയ തർക്കവും പ്രശ്നങ്ങളൊന്നുമില്ല. ആരും ഒരാൾ ഞാൻ പറഞ്ഞതിൽ ആ ഉത്തരവുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ.